ഡെയിലി ഇംഗ്ലീഷ് ആശയവിനിമയത്തിന് ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെൻറ്റൻസ് പാറ്റേണുകളാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും ഉചിതമായി ചേർത്ത് പൂരിപ്പിക്കേണ്ട ഒരു വർക്ക്ഷീറ്റാണ് ഇത്. നമുക്ക് നിത്യജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള സെൻറ്റൻസസ് ഉപയോഗിച്ചാണ് ഈ വർക്ക്ഷീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഫോർമൽ റിട്ടൺ ഇംഗ്ലീഷ് പഠിക്കുന്നതിനും സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലിക്കുന്നതിനും ഏറെ ഉപകാരപ്രദമാണ് ഇത്. വരാറുണ്ട്, വന്നു, ചെയ്യാറുണ്ട്, ചെയ്തു, ഇങ്ങനെയുള്ള രണ്ട് സമയങ്ങളുമായി ബന്ധപ്പെട്ട വാചകങ്ങളാണ് ഈ വർക്ക്ഷീറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേൾക്കുക, പറയുക, വായിക്കുക, എഴുതുക. Listen, speak, read and write. Let's begin. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡിൻ്റെ കൃത്യമായ ടെൻസ് ഫോം ഉപയോഗിച്ച് പൂരിപ്പിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ടെൻസാണ് ഈ സെൻറ്റൻസ് എന്നുള്ളതാണ്. ടെൻസിനെ തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട്. പ്രധാനമായും ആ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന ടൈം എക്സ്പ്രഷനാണ് നാം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഡെയിലി എന്ന ടൈം എക്സ്പ്രഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെയിലി എന്ന വേർഡ് ഒരു പതിവിനെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ ദിവസവും പതിവുള്ള കാര്യം, ആവർത്തിക്കുന്ന കാര്യം പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതുകൊണ്ട് ഈ സെൻറ്റൻസിൻ്റെ ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമ്മൾ വെർബിൻ്റെ കൃത്യമായ രൂപം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വെർബിൻ്റെ കൃത്യമായ രൂപം തിരഞ്ഞെടുക്കണമെങ്കിൽ അടുത്ത് നോക്കേണ്ടത് സബ്ജക്റ്റിനെയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വെർബിന് രണ്ട് രൂപങ്ങൾ മാത്രമേ ഉള്ളൂ, ബേസ് ഫോം ആൻഡ് എസ് ഫോം. എസ് ഫോം എവിടെയാണ് ഉപയോഗിക്കുന്നത്? തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ മാത്രം. അതായത് ഹി, ഷീ, ഇറ്റ് പോലെയുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമാണ് എസ് ഫോം ഉപയോഗിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണ്. അതുകൊണ്ട് വെർബിൻ്റെ ബേസ് ഫോമായ മീറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെ വായിക്കാം: ഐ മീറ്റ് ഹിം ഡെയിലി. ഈ സെൻറ്റൻസ് നോക്കുക. ഐ ഡാഷ് ടു സ്കൂൾ എവറി ഡേ, ബ്രാക്കറ്റിൽ ഗോ. ഐ ഡാഷ് ടു സ്കൂൾ എവറി ഡേ. ഇവിടെയും നമ്മൾ സെൻറ്റൻസിൻ്റെ ടെൻസാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സെൻറ്റൻസിൻ്റെ ടെൻസ് കണ്ടുപിടിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ടൈം എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എവറി ഡേ എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എവറി ഡേ പതിവിനെ സൂചിപ്പിക്കുന്ന വേർഡാണ്. അതുകൊണ്ട് ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഓർക്കുക, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വെർബിന് രണ്ട് രൂപങ്ങൾ മാത്രമേ ഉള്ളൂ, ബേസ് ഫോം ആൻഡ് എസ് ഫോം. ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഗോ എന്ന ബേസ് ഫോം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് സെൻറ്റൻസ് നമുക്കിങ്ങനെ വായിക്കാം: ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഐ ഡാഷ് ടു സ്കൂൾ യെസ്റ്റർഡേ. ബ്രാക്കറ്റിൽ ഗോ എന്ന വേർഡാണ്. ഇവിടെ ടൈം എക്സ്പ്രഷൻ യെസ്റ്റർഡേ എന്നതാണ്. ആ യെസ്റ്റർഡേ എന്ന വേർഡ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതും പാസ്റ്റിൽ ഒരു നിശ്ചിത സമയത്ത് സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സെൻറ്റൻസിൻ്റെ ടെൻസ് സിമ്പിൾ പാസ്റ്റാണ്. സിമ്പിൾ പാസ്റ്റിൽ വെർബിന് ഒരേ ഒരു രൂപം മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ് ഏതായിരുന്നാലും ഒരേ ഒരു രൂപം മാത്രമേ ഉപയോഗിക്കൂ. അത് പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ V2 ആണ്. അതുകൊണ്ട് സെൻറ്റൻസ് നമുക്കിങ്ങനെ വായിക്കാം: ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. ഈ സെൻറ്റൻസുകൾ നോക്കുക. രണ്ട് സെൻറ്റൻസുകളുടെ അല്ലെങ്കിൽ രണ്ട് ടെൻസുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇത്. ആദ്യ ഭാഗം ഐ ഡാഷ് ടു ദ ജിം എവറി ഡേ, ബ്രാക്കറ്റിൽ ഗോ ആണ്. ഐ ഡാഷ് ടു ദ ജിം എവറി ഡേ. എവറി ഡേ എന്ന വേർഡ് കൊണ്ട് മനസ്സിലാക്കാം ഇത് എല്ലാ ദിവസവും ആവർത്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് ഗോ എന്ന വെർബിൻ്റെ ബേസ് ഫോമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെ വായിക്കാം: ഐ ഗോ ടു ദ ജിം എവറി ഡേ. ഈ സെൻറ്റൻസിൻ്റെ രണ്ടാം ഭാഗം ശ്രദ്ധിക്കുക: ബട്ട് യെസ്റ്റർഡേ ഐ ഡാഷ് ഹോം. ഇന്നലെ, ഇന്നലെ എന്ന വേർഡ് അവിടെ ഉണ്ട്. ടൈം എക്സ്പ്രഷൻ ഉണ്ട്, അത് പാസ്റ്റ് ആണ്. അതുകൊണ്ട് ഐ ഡാഷ് ബ്രാക്കറ്റിൽ സ്റ്റേ ആണ്. സ്റ്റേ എന്ന വെർബിൻ്റെ പാസ്റ്റായ സ്റ്റേയ്ഡ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ആ സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെ വായിക്കാം: ഐ സ്റ്റേയ്ഡ് ഹോം. സെൻറ്റൻസ് മുഴുവൻ ഇതാണ്: ഐ ഗോ ടു ദ ജിം എവറി ഡേ ബട്ട് യെസ്റ്റർഡേ ഐ സ്റ്റേയ്ഡ് ഹോം. എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോകാറുണ്ട്, പക്ഷേ ഇന്നലെ ഞാൻ വീട്ടിൽ തന്നെ ചെലവഴിച്ചു. ഷീ ഡാഷ് റീഡിംഗ് ബുക്സ്, ബ്രാക്കറ്റിൽ ലൈക്ക്. ലാസ്റ്റ് വീക്ക് ഷീ ഡാഷ് എ ഗ്രേറ്റ് നോവൽ, ബ്രാക്കറ്റിൽ റീഡ്. ഇവിടെയും രണ്ട് സെൻറ്റൻസുകളുടെ കോമ്പിനേഷനാണ്. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: ഷീ ഡാഷ് റീഡിംഗ് ബുക്സ്. സെൻറ്റൻസിൻ്റെ അർത്ഥം നമുക്കറിയാം. അവൾ വായന ഇഷ്ടപ്പെടുന്നു, ബുക്ക് വായിക്കുന്നത് അവൾക്ക് ഇഷ്ടമാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ലൈക്കാണ് തന്നിരിക്കുന്നത്.
ഇവിടെ ടൈം എക്സ്പ്രഷൻ ഒന്നുമില്ല എങ്കിൽ പോലും അത് അവളുടെ ഒരു സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ്. അപ്പോൾ ലൈക്ക് എന്ന വേർഡിൻ്റെ എസ് ഫോമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. കാരണം ഷീ എന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അപ്പോൾ ഇത് പറഞ്ഞു പഠിക്കുക. ഷീ ലൈക്സ് റീഡിങ് ബുക്സ്. അടുത്ത ഭാഗം നോക്കുക. ലാസ്റ്റ് വീക്ക് ഷീ ഡാഷ് എ ഗ്രേറ്റ് നോവൽ. കഴിഞ്ഞ ആഴ്ച അവളൊരു വലിയൊരു നോവൽ വായിച്ചു. ഇവിടെ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്ന ക്ലിയർ ടൈം എക്സ്പ്രഷൻ ഉണ്ട്. അതുകൊണ്ട് റീഡ് എന്ന വേർഡിൻ്റെ പാസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്, റെഡ് ആണ് ഉപയോഗിക്കേണ്ടത്. സ്പെല്ലിംഗ് ഒന്ന് തന്നെയാണ്. ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വെർബാണ്. റീഡിൻ്റെ പാസ്റ്റൻസ് റെഡ് എന്നാണ് വായിക്കുന്നത്, പക്ഷേ സ്പെല്ലിങ് READ എന്ന് തന്നെയാണ്. അപ്പോൾ സെൻറ്റൻസ് നമുക്കിങ്ങനെ വായിക്കാം. ഷീ ലൈക്സ് റീഡിങ് ബുക്സ്. ലാസ്റ്റ് വീക്ക് ഷീ റെഡ് എ ഗ്രേറ്റ് നോവൽ. അവൾക്ക് പുസ്തകം വായിക്കുന്നത് ഇഷ്ടമാണ്. കഴിഞ്ഞ ആഴ്ച അവളൊരു വലിയ നോവൽ വായിച്ചു. ഹീ ഡാഷ് ലെറ്റേഴ്സ് ടു ഹിസ് ഫ്രണ്ട്സ്. എന്തായിരിക്കാം ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം? തീർച്ചയായും ഇതൊരു പതിവിനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ അവൻ്റെ കൂട്ടുകാർക്ക് കത്തുകൾ എഴുതാറുണ്ട്. അതവൻ്റെ സ്വഭാവമാണ്. ഒരാളുടെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നതിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ്. ഹീ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അതുകൊണ്ട് റൈറ്റ് എന്ന വെർബിൻ്റെ എസ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സെൻറ്റൻസ് നമുക്കിങ്ങനെ വായിക്കാം. ഹീ റൈറ്റ്സ് ലെറ്റേഴ്സ് ടു ഹിസ് ഫ്രണ്ട്സ്. അവൻ അവൻ്റെ കൂട്ടുകാർക്ക് കത്ത് എഴുതാറുണ്ട്. ഹീ ഡാഷ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എസ്റ്റർഡേ. ബ്രാക്കറ്റിൽ റൈറ്റ് എന്ന വെർബാണ്. ഇവിടെ ഒരു ടൈം എക്സ്പ്രഷനുണ്ട്, എസ്റ്റർഡേ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എസ്റ്റർഡേ എന്ന വേർഡ് പാസ്റ്റ് ടൈം എക്സ്പ്രഷനാണ്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അവൻ ഇന്നലെ അവൻ്റെ കൂട്ടുകാരന് ഒരു കത്തെഴുതി. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വെർബിൻ്റെ രൂപം നമുക്കറിയാം, ഒരേ ഒരു രൂപം മാത്രമേ ഉള്ളൂ, അത് V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെയെങ്കിൽ സെൻറ്റൻസ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇങ്ങനെ എഴുതാം. ഹി റോട്ട് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എസ്റ്റർഡേ. അവൻ ഇന്നലെ അവൻ്റെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതി. ഐ ആൻഡ് മൈ ബ്രദർ ഡാഷ് ഫുട്ബോൾ എവറി സൺഡേ. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വെർബ് പ്ലേ ആണ്. ഇവിടെ എവറി സൺഡേ എന്നുള്ളൊരു വേർഡാണ് ഏറ്റവും നിർണായകമായ വേർഡ്. ടെൻസ് തിരഞ്ഞെടുക്കുവാൻ ടൈമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവറി സൺഡേ എന്നാൽ അതൊരു പതിവാണ്. എല്ലാ ഞായറാഴ്ചയും ഞാനും എൻ്റെ സഹോദരനും എല്ലാ ഞായറാഴ്ചയും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് പ്ലേ എന്ന വെർബാണ്. ഐ ആൻഡ് മൈ ബ്രദർ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്ലേ എന്ന ബേസ് ഫോമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഐ ആൻഡ് മൈ ബ്രദർ പ്ലേ ഫുട്ബോൾ എവറി സൺഡേ. യു ഡാഷ് എവറിത്തിങ്. വെർബ് ഇൻ ദ ബ്രാക്കറ്റ് ഈസ് മാനേജ്. ഈ സെൻറ്റൻസ് നോക്കുക. നീ എല്ലാം മാനേജ് ചെയ്യുന്നു, നീ എല്ലാം കൈകാര്യം ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം അത് അവൻ്റെ ഒരു സ്വഭാവമാണ്. ഇത് പതിവാണ്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അങ്ങനെ ഒരു പതിവുണ്ട്. അപ്പോൾ ടെൻസിൻ്റെ കാര്യത്തിൽ സംശയം വേണ്ട, അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഇവിടെ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് യു ആണ്. സബ്ജക്റ്റ് യു ആണ്. അതുകൊണ്ട് തന്നെ വെർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുക. ഒരിക്കൽ കൂടി പറയാം, തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ മാത്രം എസ് ഫോം ഉപയോഗിക്കുക. ബാക്കിയുള്ള എല്ലാ പേഴ്സൻ്റെയും കൂടെ, അത് ഐ ആയിരുന്നാലും വി ആയിരുന്നാലും യു ആയിരുന്നാലും ദേ പോലെയുള്ള പ്ലൂറൽ ആയിരുന്നാലും മാനേജ് എന്ന ബേസ് ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ഇങ്ങനെ വായിക്കാം. യു മാനേജ് എവറിത്തിങ്. ഈ സെൻറ്റൻസ് തന്നെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. സബ്ജക്റ്റ് യു എന്നതിന് പകരം യുവർ ഫാദർ എന്നാക്കി മാറ്റുമ്പോൾ സെൻറ്റൻസിന് എന്ത് മാറ്റം വരുന്നു നോക്കാം. യുവർ ഫാദർ ഡാഷ് വെർബ് ഇൻ ദ ബ്രാക്കറ്റ് മാനേജ് എവറിത്തിങ്. യുവർ ഫാദർ ഡാഷ് ബ്രാക്കറ്റിൽ മാനേജ് എവറിത്തിങ്. യുവർ ഫാദർ എന്ന് പറയുന്ന സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ട വെർബിൻ്റെ രൂപം നമുക്കറിയാം, അത് എസ് ഫോമാണ്, അത് മാനേജസ് ആണ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വായിക്കാം? യുവർ ഫാദർ മാനേജസ് എവറിത്തിങ്. നിൻ്റെ ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ എല്ലാം മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ മാനേജ് ചെയ്യാറുണ്ട് എന്നൊക്കെ അത് മലയാളത്തിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. യുവർ ഫാദർ ഡാഷ് വെർബ് ഇൻ ദ ബ്രാക്കറ്റ് ഈസ് മാനേജ് എവറിത്തിങ് ലാസ്റ്റ് മന്ത്. ഇവിടെ ഒരു വ്യക്തമായ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ടൈം എക്സ്പ്രഷൻ ഉണ്ട്, ലാസ്റ്റ് മന്ത്. അതുകൊണ്ട് ഈ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ മാനേജ് എന്ന വെർബിൻ്റെ V2
പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്കിങ്ങനെ വായിക്കാം: യുവർ ഫാദർ മാനേജ്ഡ് എവറിത്തിങ് ലാസ്റ്റ് മന്ത്. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾ പഠിക്കുക. ഇത് വോക്കൽ പ്രാക്ടീസ് ചെയ്യുക, പറ്റുമെങ്കിൽ എഴുതി പഠിക്കുക, നിത്യജീവിതത്തിൽ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത തലത്തിലേക്ക് കടക്കാം. റിട്ടൺ ഇംഗ്ലീഷും സ്പോക്കൺ ഇംഗ്ലീഷും ഒരുപോലെ പരിശീലിപ്പിക്കുന്ന അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുക. താങ്ക് യു.